ബൈക്ക് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. വെള്ളനാട് ഭഗവതി നഗർ ഡി പ്രദീപാണ് പഴയ ജീവിതത്തിലേക്ക് മടങ്ങിവരുവാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നത്. സ്വകാര്യ കമ്പനിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു വെള്ളനാട് ഭഗവതി നഗർ പ്രീജാവിലാസത്തിൽ പ്രദീപ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ എതിർദിശയിലെത്തിയ ലോറിയുടെ വെളിച്ചം കണ്ണിലടിച്ചതു മാത്രമേ ബൈക്ക് യാത്രികനായ പ്രദീപിന് ഓർമ്മയുള്ളൂ. ബൈക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നതിനിടെ റോഡിന്റെ വശം ഇടിഞ്ഞ് സമീപത്തെ കുഴിയിലേക്ക് വീണു. 2022 മെയ് 4 രാത്രിയിലാണ് സംഭവം നടന്നത്. അപകടത്തിൽ സ്പൈനൽ കോഡ്, നട്ടെല്ല്, ഇടത്തേക്കാലിന്റെ തുടയെല്ല് എന്നിവ തകർന്ന് കിടപ്പിലായി. എഴുന്നേറ്റ് നടക്കണമെങ്കിൽ സ്പൈനൽ കോഡിന് ഉടനടി ശസ്ത്രക്രിയ വേണം. ഇതിനായി 9 ലക്ഷം രൂപ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. 3 ദിവസം കഴിഞ്ഞ് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ ശരീരം ഒന്നും ചലനശേഷി ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. കൈയും കാലും ഒന്നും ചലിക്കില്ല. ഇപ്പോൾ 2.5 വർഷമായി അതേ അവസ്ഥയിൽ കിടക്കുകയാണ്. ആദ്യത്തെ ഒരു 1.5 വർഷം ഡോക്ടർമാർ ഒന്നും ചെയ്യാൻ പറ്റില്ല, സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അന്നത്തെ ആരോഗ്യസ്ഥിതി അങ്ങനെയായിരുന്നു. ഇപ്പോൾ 1 വർഷം കൊണ്ട് ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവുമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയണത്. വേറെ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ല. അച്ഛനും മരിച്ചിട്ടിപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി. അമ്മയ്ക്കോ വേറെ ആർക്കും ഒരു ജോലിയൊന്നുമില്ല. എൻ്റെ വരുമാനത്തിലാണ് വീട് കഴിഞ്ഞുകൊണ്ടിരുന്നത്. വേറെ വരുമാന മാർഗ്ഗങ്ങളൊന്നും തന്നെ ഇല്ല. വേറെ ഒരു വരുമാന മാർഗ്ഗവും ഇല്ല. മരുന്നിനോ ആഹാര സാധനം വാങ്ങിക്കാനോ ഒന്നിനുമില്ല. നാട്ടുകാരുടെ സഹായത്തിലാണ് ഇപ്പോൾ ജീവിച്ചു പോണത്. പിന്നെ ഓപ്പറേഷൻ്റെ ആണെങ്കിൽ ഏതാണ്ട് 8-9 ലക്ഷം രൂപ വേണം. ഞങ്ങളെ കൊണ്ടൊരു യാതൊരു നിവൃത്തിയും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഞങ്ങളെ സഹായിക്കണം. പ്രദീപിന് പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സുമനസ്സുകളുടെ സഹായം വേണം. സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ടിലേക്കോ പ്രദീപിന്റെ പേരിലുള്ള ഗൂഗിൾ പേയിലോ സഹായമെത്തിക്കാം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.